റിനു ശ്രീധർ നൽകും വിവരങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന്. റിനു, എം വി ഗോവിന്ദൻ പറഞ്ഞതുപോലെ മൊത്തത്തിൽ പരാജയമാണ്. പക്ഷേ CPM-ന്റെ സമ്പൽ സമൃദ്ധി നഷ്ടപ്പെട്ടില്ല. ഇത്തവണ ഒരു കനൽത്തരിയായി കെ രാധാകൃഷ്ണൻ മാത്രമാണ് CPM-ന് ഉള്ളത്. ഈ തോൽവിയെ എങ്ങനെയാണ് പാർട്ടി നേതൃത്വം നോക്കിക്കാണുന്നത്? ഏത് രീതിയിലുള്ള തിരുത്തലുകളാകും ഉദ്ദേശിക്കുന്നത്? പ്രത്യേകിച്ച് യോഗം ചേർന്ന്, ദിവസങ്ങൾ നീളുന്ന യോഗം ചേർന്ന് വിലയിരുത്തലുകളിലേക്ക് പോകുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. വിനീത, കനത്ത പരാജയം ഏൽക്കുമ്പോഴും CPM വലിയ ആത്മവിശ്വാസത്തിൽ തന്നെയാണ്. മോദി സർക്കാരിന്റെ അതായത് സീറ്റ് എണ്ണത്തിലെ കുറവ് പറഞ്ഞാണ് അവർ ആത്മനിർവൃത്തി കൊള്ളുന്നത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയേണ്ടി വരും. കാരണം ഇന്ന് രാവിലെ അദ്ദേഹം മാധ്യമങ്ങളെ കാണുമ്പോൾ 1% വോട്ട് മാത്രമാണ് LDF-ന് നഷ്ടമായത്. 36-ൽ നിന്ന് 35-ലേക്ക് വന്നു എന്നുള്ളത് മാത്രമാണ്. നമുക്കറിയാം, കഴിഞ്ഞ 2019-ൽ വലിയ രീതിയിൽ ഒരു തോൽവി ഏൽക്കുമ്പോൾ പറഞ്ഞു നിൽക്കുവാൻ ശബരിമല വിഷയം ഉൾപ്പെടെ ഉണ്ടായിരുന്നു. അത് ഏറ്റുപറയുകയും തിരുത്തുകയും ചെയ്തിരുന്നു. പക്ഷേ ഇപ്പോൾ ഭരണവിരുദ്ധ വികാരം ഉൾപ്പെടെ ഉണ്ട് എന്നുള്ളത് പാർട്ടി വിലയിരുത്തപ്പെടുന്നു. അത് പരിശോധിക്കും, തിരുത്തി മുന്നോട്ട് പോകുമെന്നുള്ളതാണ് പാർട്ടി സെക്രട്ടറി പറഞ്ഞു വെക്കുന്നത്. നമുക്കറിയാം, ഇപ്പോൾ വലിയ കനത്ത പരാജയം ഏറ്റുവാങ്ങുന്നതിന് പിന്നാലെ BJP-ക്കും കേരളത്തിൽ സീറ്റുണ്ട് എന്നുള്ളതാണ്. ഇത് വല്ലാതെ തന്നെ CPM-ൽ, പ്രത്യേകിച്ച് LDF-ലെ CPM-ൽ വലിയ രീതിയിലുള്ള ഒരു ചർച്ച ഉയർന്നു വരുന്നൊരു സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ 16 മുതൽ 5 ദിവസത്തേക്ക് കൃത്യമായി തന്നെ സംസ്ഥാന കമ്മിറ്റി, സംസ്ഥാന സെക്രട്ടേറിയറ്റും ചേർന്ന് നിലവിലെ സ്ഥിതി വിലയിരുത്തും എന്നുള്ളതാണ്. എന്ത് സാഹചര്യത്തിലാണ് CPM-ന് ഈ ഒരു കനത്ത പരാജയത്തിലേക്ക് പോകേണ്ടി വന്നത് എന്നുള്ളത് പരിശോധിക്കുമെന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. 16, 17 തീയതികളിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റും 18, 19, 20 തീയതികളിൽ സംസ്ഥാന കമ്മിറ്റി യോഗവും ചേർന്ന് നിലവിൽ റിപ്പോർട്ട് തയ്യാറാക്കും എന്നുള്ളതാണ്. എന്തായാലും വലിയ കനത്ത പരാജയം തന്നെയാണ് തങ്ങൾക്കുണ്ടായത് എന്നുള്ളത് പറഞ്ഞു വെക്കുന്നുണ്ട്. BJP-ക്ക് മുന്നേറാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതും CPM സംസ്ഥാന സെക്രട്ടറി അല്പസമയം മുമ്പ് മാധ്യമങ്ങളെ കണ്ട് പറഞ്ഞു. പക്ഷേ അപ്പോഴും 1% വോട്ട് മാത്രമാണ് തങ്ങൾക്ക് നഷ്ടമായത്. പാർട്ടി അടിസ്ഥാന വോട്ടുകളൊന്നും തന്നെ നഷ്ടപ്പെട്ടിട്ടില്ല. പാർട്ടിയുടെ പച്ചപ്പ് നഷ്ടപ്പെട്ടിട്ടില്ല, ഹരിതാപവും നഷ്ടപ്പെട്ടിട്ടില്ല. അതെല്ലാം തന്നെ CPM വീണ്ടെടുക്കും എന്നുള്ളതാണ് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു വെക്കുന്നത്. വിനീത, ശരി. റിനു ശ്രീധറാണ് തിരുവനന്തപുരത്ത് നിന്നും വിവരങ്ങൾ നൽകിയത്. ഏതായാലും